ഏതായാലും തുടർച്ചയായ 20 വർഷത്തിലധികം നീണ്ട ഭരണം LDF-ന് നഷ്ടപ്പെടുമ്പോൾ അത് UDF BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമെന്നാണ് LDF നേതൃത്വം വ്യക്തമാക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ്, അപ്രതീക്ഷിതമായ വാർത്തകളാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മറ്റത്തൂരിന്റെ സ്വന്തം ചന്ദ്രേട്ടനാണ്. എന്താണ് മറ്റത്തൂർ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റത്തൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 10 സീറ്റ് UDF-നും 10 സീറ്റ് LDF-നും 4 സീറ്റ് BJP-ക്കുമാണ് കിട്ടിയത്. UDF-ന് കിട്ടിയ 10 സീറ്റിൽ 2 സ്വതന്ത്രരായിരുന്നു. ആ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്ന KR ഔസേപ്പ്, മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടെയാണ് അദ്ദേഹത്തെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ UDF തീരുമാനിച്ചത്. പാർലമെന്ററി പാർട്ടി ലീഡറായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വരെ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് UDF എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ UDF-ന്റെ മറ്റ് മെമ്പർമാർ 9 പേരും വന്ന സമയത്താണ് ഔസേപ്പ് മറുപക്ഷത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും അതിൽ പ്രതിഷേധമുണ്ടായ മറ്റ് UDF-ന്റെ മെമ്പർമാർ അവർ തത്സമയം തന്നെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തുകയും വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചിരുന്ന ടെസ്സി ജോസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥി 12 വോട്ടുകൾ നേടി വിജയിക്കുകയും ചെയ്തു. ടെസ്സി ജോസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. KR ഔസേപ്പ് എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസിൽ നിന്ന് മാറി LDF-ലേക്ക് പോകാനുള്ളൊരു കാരണം? അതൊരു പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ഓഫർ വന്നതുകൊണ്ട് മാത്രമാകുമോ? LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭയപ്പെടുന്നു. LDF ആരെയൊക്കെ എന്തിനെയൊക്കെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായും 50% സാധ്യത അവർക്ക് സ്വാഭാവികമായി ഉണ്ടായിരുന്നു. ആ സ്വാഭാവികമായി ഉണ്ടായിരുന്ന സാധ്യതയെ പോലും അവർ ഉൾക്കൊള്ളാതെ ഔസേപ്പിനെ വലിയ തുക കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ CPM-ന്റെ ഭയം തന്നെയാണ്. മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് വഴിയിൽ ഭയമുണ്ടായത്. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു കോൺഗ്രസ് മെമ്പറെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചത്. അതിന്റെ തിരിച്ചടി സ്വാഭാവികമായും മറ്റു മെമ്പർമാർ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയിക്കില്ല. അക്ഷരാർത്ഥത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണം UDF-ന് ലഭിച്ചു എന്ന് വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും. കാരണം ജനവിധി എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിരുന്നു. കഴിഞ്ഞ 15 വർഷം 20 വർഷം തുടർച്ചയായി മറ്റത്തൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്ന LDF ഈ പഞ്ചായത്ത് ഭരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ജനവിധി. ആ ജനവിധി ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന CPM-ന്റെ മാടമ്പിത്തരമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. UDF-ന് തീർച്ചയായും ഭരിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം തന്നെയാണ് UDF നേടിയെടുത്തിട്ടുള്ളത്. ഏതായാലും വർഷങ്ങളായുള്ള LDF ഭരണത്തിന്